السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം ബാത്റൂമിൽ പോയി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതും ഗൗരവത്തിൽ എടുക്കേണ്ടതുമായ ഒരു വിഷയമാണ്. ബാത്റൂമിൽ പോയി, ടോയ്ലറ്റിൽ പോയി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ നാം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമാണ് അത് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം നാം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ അനേകമായ അറിവുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സീനി വിഷൻ എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ എല്ലാ ക്ലാസ്സുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചിരിക്കണം, അതൊക്കെയും ഇസ്ലാം വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുസ്ലിമിന്റെ എല്ലാ വാക്കുകളും പ്രവർത്തികളും അർക്കാത്ത് സക്കനാത്ത് അഫ്ആലുകൾ, അവന്റെ ശ്വാസം വരെ അവനിക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന ഒന്നാണ്. അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കണം. അതുപോലെ തന്നെ ഒരു മുസ്ലിം ബാത്റൂമിലേക്ക് പോകുമ്പോൾ, കക്കൂസിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം മര്യാദകൾ പാലിക്കണം, ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കേ മനസ്സിലാക്കിയത് നിസ്കരിക്കലും നോമ്പ് നോൽക്കലും ഹജ്ജ് ചെയ്യലും സക്കാത്ത് കൊടുക്കലും സദഖ ചെയ്യലും ഖുർആൻ ഓതലും മാത്രമാണ് ഇബാദത്ത്. അതല്ല, ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ അള്ളാഹു പൊരുത്തപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ഇബാദത്താണ്. ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ ബാത്റൂമിലേക്ക് പോയാൽ, കക്കൂസിലേക്ക് പോയാൽ അതും ഇബാദത്താണ്. അത് എങ്ങനെയാകണമെന്ന് മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫിഖ്ഹിന്റെ എല്ലാ കിതാബുകളിലും കർമ്മശാസ്ത്രം ചർച്ച ചെയ്ത എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം ആദാബുൽ ഖലാ, ഖലാഇന്റെ മര്യാദകൾ എന്ന പറഞ്ഞ സ്ഥലത്ത് 30ഓളം മര്യാദകൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ, കക്കൂസിലേക്ക് പോകുമ്പോൾ നാം സ്വീകരിക്കേണ്ട, നാം പാലിക്കേണ്ട 30ഓളം മര്യാദകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും നാം ചെയ്യണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ വിജയങ്ങൾ ഉണ്ടാകും. അതല്ലാതെ അതൊന്നും നാം ചെയ്യാതെ, അതൊന്നും സ്വീകരിക്കാതെ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ നാം ബാത്റൂമിൽ പോയി ചെയ്താൽ വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, വലിയ രോഗങ്ങൾ അത് സൃഷ്ടിക്കും. ആ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് പഠിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമതായി പ്രിയപ്പെട്ടവരെ, നാം ബാത്റൂമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അന്നൽ ബുസാഖ അലൽ ബൗലി യൂരിസുൽ വസ്വാസ്. മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നു, പറഞ്ഞു തരുന്നു. അന്നൽ ബുസാഖ, തീർച്ചയായും തുപ്പൽ, അലൽ ബൗലി, മൂത്രത്തിന്റെ മേൽ അല്ലെങ്കിൽ കാഷ്ടത്തിന്റെ മേൽ തുപ്പൽ, യൂരിസുൽ വസ്വാസ, അത് വസ്വാസ് ഉണ്ടാക്കും. അവന് വസ്വാസ് എന്നുള്ള രോഗിയായി അത് മാറ്റും. നാം എപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന ഒന്നാണ് വസ്വാസിനെ തൊട്ട്. എന്നെ നീ കാക്കണം. പരിശുദ്ധ ഖുർആനിൽ അവസാനത്തെ സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസ് എന്നുള്ള എന്നെ രോഗത്തിൽ നിന്ന്, വസ്വാസ് എന്ന എന്നെ പ്രയാസത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് എന്നെ നീ കാക്കണം. വസ്വാസ് എന്നുള്ളത് പൈശാചികമായ ഒരു രോഗമാണ്. വസ്വാസ് ഉള്ള ആളുകൾക്ക് ഒരു കാര്യവും അയാൾ വിശ്വാസത്തിൽ ശരിയല്ല, പൂർണ്ണമല്ല. അപ്പോൾ ബാത്റൂമിൽ പോയി, കക്കൂസിൽ പോയി മൂത്രത്തിലേക്കോ അല്ലെങ്കിൽ കാഷ്ടത്തിലേക്കോ
തുപ്പിയാൽ അവന് വസ്വാസ് എന്നുള്ള രോഗം പിടികൂടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വസുഫ്രത്തുൽ അസ്നാൻ, പല്ലുകൾക്ക് മഞ്ഞ നിറമുണ്ടാകും. നമുക്കെയും പല്ലിന്റെ ഭംഗിയാണ് ഇഷ്ടപ്പെടുന്നത്. പല്ലിനെപ്പോഴും നാം ശ്രദ്ധിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം 5 സമയങ്ങളിൽ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് വുളൂ ചെയ്യുന്ന സമയത്ത് പല്ല് തേക്കൽ വളരെയധികം മഹത്വമുള്ള ഒരു കാര്യമാണ്. പല്ല് തേച്ച് നിസ്കരിക്കുന്നതും പല്ല് തേക്കാതെ നിസ്കരിക്കുന്നതും വലിയ മഹത്വമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും അല സിവാക്ക്, എന്റെ സമുദായത്തിനിക്ക്, എന്റെ ഉമ്മത്തികൾക്ക് ബുദ്ധിമുട്ട് എന്ന ഒരു കാര്യം ഇല്ലായിരുന്നുവെങ്കിൽ പല്ല് തേക്കൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. അതുകൊണ്ട് മഹാന്മാര് ഫുഖഹാക്കൾ എണ്ണിയത് പല്ല് തേക്കൽ നിർബന്ധത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്താണ്. അപ്പോൾ അത്രയും ഞാൻ പല്ല് തേക്കുന്നത് അള്ളാഹു വല്ലാത്ത ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അള്ളാഹു വലിയ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മത്ഹറത്തുൽ ലിൽ ഫമി വമർളാത്തുൽ ലിറബ്ബി എന്നാണ് പറഞ്ഞത്. അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി, നിങ്ങളെ വായെ, നിങ്ങളെ പല്ലിനെ അത് ശുദ്ധീകരിക്കും. വമർളാത്തുൽ ലിറബ്ബി, അള്ളാഹുവിനിക്ക് വല്ലാത്ത ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ കാര്യം നമ്മുടെ പല്ലിന്റെ ഭംഗിയാണ് നഷ്ടപ്പെടുന്നത്. ബാത്റൂമിൽ പോയി, കക്കൂസിൽ പോയി മൂത്രത്തിലേക്കോ കാഷ്ടത്തിലേക്കോ തുപ്പിയാൽ നമുക്ക് 2 രോഗമാണ് ഉണ്ടാകുന്നത്, 2 വിഷമങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് വസ്വാസ് എന്നുള്ള രോഗം പിടികൂടും, മറ്റൊന്ന് നമ്മുടെ പല്ലിന്റെ കളർ മഞ്ഞയാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ, ഞാൻ ബാത്റൂമിൽ പോയി രണ്ടാമതായി നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ബാത്റൂമിൽ ഇരുന്ന് മൂത്രിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാഷ്ടിക്കുന്ന സമയത്ത് നാം പല്ല് തേച്ചാൽ യൂരിസുൻ നിസിയാൻ, മറവി എന്നുള്ള രോഗമുണ്ടാക്കും. അതുപോലെ തന്നെ വൽ അമ, കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടും. ഈ 2 രോഗമാണ് ടോയ്ലറ്റിൽ ഇരുന്ന്, ബാത്റൂമിൽ ഇരുന്ന് പല്ല് തേച്ചാൽ നമുക്കുണ്ടാകുന്നത്. അധിക ആളുകളും രാവിലെ എണീച്ച് ബാത്റൂമിലേക്ക് പോയി ബ്രഷും എടുത്ത് അവിടെ ഇരുന്നാണ് മൂത്തേക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാഷ്ടിക്കുന്ന സമയത്താണ് അധിക ആളുകളും പല്ല് തേക്കുന്നത്. അവന്റെ ജീവിതത്തിൽ മറവി ഉണ്ടാകും. അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തി പെട്ടെന്ന് അത് നഷ്ടപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട വിഷയം ബാത്റൂമിൽ പോയി അനാവശ്യമായി കുറേ സമയം ഇരുന്നാൽ യൂരിസുൽ ബവാസിർ, ബാസൂർ എന്നുള്ള രോഗമുണ്ടാക്കും. മൂലക്കുരു എന്നുള്ള രോഗം ബാത്റൂമിൽ പോയി അനാവശ്യമായ ഒരു കാര്യവുമില്ലാതെ ഇരുന്നാൽ നമുക്ക് അങ്ങനെയുള്ള രോഗം നമ്മെ പിടികൂടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ 5ാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, 4ാമത്തെ കാര്യം വൽ ഇംതിഖാതു യൂരിസുൽ ഹമ്മ, ബാത്റൂമിൽ ഇരുന്ന് മൂക്ക് വൃത്തിയാക്കിയാൽ, മൂക്ക് ക്ലീൻ ആക്കിയാൽ യൂരിസുൽ ഹമ്മ, അത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും. ബാത്റൂമിൽ ഇരുന്ന് മൂക്കിലുള്ള എല്ലാ വേസ്റ്റുകളും അല്ലെങ്കിൽ മൂക്കി ചീന്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂക്ക് വൃത്തിയാക്കുന്ന, ഇങ്ങനെയെല്ലാം വൃത്തിയാക്കുന്നു, അതവിടെ പോയി ചെയ്താൽ, കാഷ്ടിക്കുന്ന സമയത്ത് മൂത്രിക്കുന്ന സമയത്ത് ചെയ്താൽ അത് ടെൻഷന് നമ്മുടെ ജീവിതത്തിൽ നീങ്ങൂല, എപ്പോഴും ടെൻഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ, 5ാമത്തെ കാര്യം തഹരീക്കുൽ ഖാത്തം, നമ്മുടെ മോതിരം ധരിക്കുന്ന ആളുകൾ മോതിരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇരുന്ന് അനക്കുക. അത് യഹ്വി ഇലൈഹി ശൈത്താനു, അവനെ ശൈത്താന് സ്വാധീനിക്കും. അവന്റെ എല്ലാ കാര്യത്തിലും ശൈത്താന് സ്വാധീനിക്കും. ഒരു കാര്യവും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശൈത്താൻ അവനെ സമ്മതിക്കൂല. അതുപോലെ തന്നെ 5ാമത്തെ കാര്യം, 6ാമത്തെ കാര്യം വത്തകല്ലമു ബിലാ ദറൂറത്തിൻ, ആവശ്യമില്ലാതെ ബാത്റൂമിൽ സംസാരിച്ചാൽ യൂരിസുൽ മക്ത, ദാരിദ്ര്യമുണ്ടാക്കും. ബാത്റൂമിൽ പോയി സംസാരിക്കുക, ബാത്റൂമിൽ പോയി പാട്ട് പാടുക, അല്ലെങ്കിൽ എന്തെല്ലാം വിഷയങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്യുക, അതെല്ലാം അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കും. 7ാമത്തെ കാര്യം വഖത്തുൽ ഖുമ്മലി, ബാത്റൂമിൽ പോയി തലയിലുള്ള പേനിനെ കൊന്നാൽ യബീതു മഅ ശൈത്താനു 40 ലൈലൻ, 40 രാത്രികളിൽ അല്ലെങ്കിൽ 40 ദിവസം അവന്റെ കൂടെ ശൈത്താന് താമസിക്കും. എന്നിട്ട് യുൻസിഹു ദിക്റല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് അവനെ മറപ്പിച്ചു കളയും. ബാത്റൂമിൽ പോയി പേനിനെ കൊന്നാൽ അവന്റെ കൂടെ 40 ദിവസക്കാലം ശൈത്താൻ അവനെ സ്വാധീനിച്ച് എല്ലാ കാര്യങ്ങളിലും ശൈത്താൻ അവന്റെ കാര്യങ്ങൾ ഇടപെട്ട് അല്ലാഹ് എന്നുള്ള ചിന്ത മറപ്പിച്ചു കളയും. അതുപോലെ തന്നെ 8ാമത്തെ കാര്യം വജഅലു റഅസി ബൈനൽ ലദൈനി,
തലനെ രണ്ട് കൈകൾക്ക് ഇടയിൽ തലനെ ആക്കൽ, അങ്ങനെ ആക്കിയാൽ രണ്ട് കൈകൾക്ക് ഇടയിലായിട്ട് തലനെ ഒരാള് ആക്കിയാൽ യുക്സിൽ ഖൽബ, അവന്റെ കൽബ് കട്ടിയാകും. കൽബിൽ എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും കൽബിൽ കയറൂല. വയുദ്ഹിബുൽ ഹയാ, അതേപോലെ തന്നെ ലജ്ജ നീങ്ങിപ്പോകും. ഒയൂരിസുൽ ബർസ, കുഷ്ഠരോഗം അവനെ പിടികൂടും. പ്രിയപ്പെട്ടവരെ, ഈ 8ഓളം കാര്യങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞ 8ഓളം കാര്യങ്ങൾ ഞാൻ ബാത്റൂമിൽ പോയി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ രോഗങ്ങൾ ഉണ്ടാകും, ഈ പറഞ്ഞ മറവി ഉണ്ടാകും, അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തി കുറയും, അതുപോലെ തന്നെ ബാസൂർ എന്നുള്ള രോഗമുണ്ടാകും, ടെൻഷൻ ഉണ്ടാകും, ശൈത്താന് സ്വാധീനിക്കും, ദാരിദ്ര്യമുണ്ടാകും, അതേപോലെ തന്നെ കുഷ്ഠരോഗങ്ങൾ ഉണ്ടാകും. ഇത് മഹാന്മാര് അവരുടെ കിതാബുകളിൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയും ഞാൻ ബാത്റൂമിൽ പോയി അവിടെ ഞാൻ മൂത്രിക്കുമ്പോൾ അല്ലെങ്കിൽ കാഷ്ടിക്കുമ്പോൾ ഇതൊക്കെയും ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ രോഗങ്ങൾ നാം ചെയ്യുന്ന ഈ തെറ്റുകളെ കൊണ്ടാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ ഇഫ്ള് നൽകി അനുഗ്രഹിക്കട്ടെ. ബാത്റൂമിൽ നമുക്ക് പോകലും വരലും അള്ളാഹു ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട നിലക്ക് അവിടെ പോയി നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.